എന്നിരുന്നാലും പ്രസംഗിക്കാൻ മനസ്സു വന്നില്ല. പ്രസംഗിക്കുന്നതിന് പകരം ഏറ്റവും വൃത്തിഹീനമായ ഏതെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്യാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഈശോയുടെ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. ഭയപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മദർ സുപ്പീരിയറിനോട് ചെന്ന് പറയുക, പ്രസംഗിക്കാൻ തയ്യാറാണെന്ന്. ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. പറഞ്ഞ സമയത്ത് ചാപ്പലിലെത്തി. എന്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി. പഠിപ്പുള്ളവരൊക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് കുറിപ്പുകൾ എഴുതിയുണ്ടാക്കും. എന്നാൽ ഞാനിതാ സ്വയം പ്രേരണ സ്വീകരിച്ച് ശൂന്യമായ മനസ്സുമായി സംസാരിക്കാൻ പോകുന്നു. സക്രാരിയുടെ നേരെ ഒന്നുകൂടി നോക്കി. എന്തോ അലൗകികമായ സന്തോഷം എന്നിൽ നിറഞ്ഞു. ഈശോയുടെ സ്വരം ഞാൻ വീണ്ടും ശ്രവിച്ചു. നീ ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ